ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് പ്രമുഖ നാടക കലാകാരനും സംഗീതാധ്യാപകനുമായ കാറൽമണ്ണ ടി.കെ. വാസുദേവൻ മാഷാണ്. മാഷേ, പടവുകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരു മുഖവുരയില്ലാതെ പറയാം, 1500 പരം അരങ്ങുകളിലും 700ഓളം നാടകങ്ങളും കളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ ആണ് അങ്ങ്. ആ ജീവിതം എങ്ങനെയാണ്? ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 3ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാലത്ത് അന്ന് സാഹിത്യ സമാജമാണ്. അപ്പോൾ ഈ സാഹിത്യ സമാജത്തിന് കൃത്യമായി എല്ലാവരും എന്തെങ്കിലും ചെയ്യണം, എല്ലാ കുട്ടികളും. അപ്പം ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു നാടകം എഴുതി കളിവീണ എന്ന് പേരിട്ട് അതിൻ്റെ ക്ലാസ് അധ്യാപകനായ ബാലൻ നായർ മാഷക്ക് കൊടുത്തു. മാഷത് ശരിയാക്കി തന്ന് സാഹിത്യ സമാജത്തിന് അവതരിപ്പിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ 6 ആൾ കൂടിയിട്ട് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കർട്ടനില്ല. കർട്ടന് പകരം അന്ന് ലേശം സാമ്പത്തിക ശേഷിയുള്ള ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ഡോർ കർട്ടൻ ഡോർ കർട്ടൻ കൊണ്ടുവന്ന് കർട്ടനാക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഓരോ രംഗത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കുട്ടികളുമായി അങ്ങനെയാണ് നാടകം കളിച്ച് നാടകം അഭിനയിച്ച് തുടങ്ങി. ഈ 3ാം ക്ലാസ്സിലെ ബാല്യത്തിൽ തുടങ്ങിയ സാഹിത്യ സമാജത്തിലൂടെയാണ് കാറൽമണ്ണ വാസുദേവൻ മാഷ് വരുന്നത്, രംഗത്തേക്ക് വരുന്നത്. പിന്നീട് കേരളത്തിലെ അകത്തും പുറത്തുമുള്ള ഒട്ടനവധി നാടകക്കാരുമായി പ്രൊഫസർ പി ഗംഗാധരൻ, മുരളി, ഭരത് മുരളി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുമായി നിരന്തരമായ ഒരു ബന്ധം, ഇടപെടൽ, സംഗീത നാടക അക്കാദമിയുമായിട്ടുള്ള ബന്ധങ്ങൾ. എത്തരത്തിലായിരുന്നു ആ ബന്ധങ്ങൾ? ഇപ്പോൾ നമ്മളെ ശിവശങ്കര മാഷെ പോലുള്ള ആളുകൾ, KPS പയ്യനടത്തെ പോലുള്ള ആളുകൾ, ആ ഒരു രീതി എങ്ങനെയായിരുന്നു? ഞാൻ പിന്നെ അവർ ഗംഗാരൻ മാഷയുടെ ഒപ്പം കളിവണ്ടിയിൽ നിന്ന് തുടങ്ങിയതാണ്. അന്ന് വേനത്തുമ്പികളിലെ കളിവണ്ടിയിൽ നിന്ന് ഗംഗാരൻ മാഷ് എന്നെ കൊണ്ടുപോയി പിന്നെ പാടാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി. മാത്രമല്ല ഒരു നാടകം ചെയ്യണം. അതിൽ കുട്ടികൾ അന്ന് കൃത്യമായി എത്തിയിരുന്നില്ല. അപ്പം ഞാനും ശിവശങ്കരൻ മാഷും കൂടിയാണ് ആ നാടകം. ശിവശങ്കരൻ മാഷ് കുറ്റനാട് മരിച്ചുപോയപ്പോൾ. അപ്പോൾ അയാൾ വലിയ മാമയായും ഞാൻ ചെറിയ മാമയായും അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം അഭിനയിക്കുമ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും അത് വേണം എന്നായി. കുട്ടികളുടെ പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളുടെ പരിപാടിയും വേണമെന്നുള്ളത് ഗംഗാരൻ മാഷും പാണി മാഷും ഗീത ടീച്ചറും അത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആ കാലം മുതൽ തുടങ്ങിയതാണ്. പിന്നെ ഒരു കോമ്പിനേഷനാണ് വളർന്നത്. പിന്നെ KPS പയ്യനടായിട്ട് അങ്ങനെ നാടകത്തിലൂടെയാണ് വളർന്നത്. ഇപ്പോഴും ആ ബന്ധം പുലർത്തി. പിന്നെ എല്ലാ ജഡ്ജ്മെൻറ്റിനും KPS പയ്യനടവും ഞാനും ഉണ്ടാവും. ഞാൻ എന്നെ വിളിക്കാത്ത KPSനെ ഞാൻ വിളിക്കും. അപ്പോൾ അങ്ങനെ നാടക ജഡ്ജ്മെൻറ്റിനും മോണാക്ട് അങ്ങനെ എല്ലാ ജഡ്ജ്മെൻറ്റിനും സ്കൂൾ ജഡ്ജ്മെൻറ്റിനൊക്കെ ഞങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മാഷില്ലാത്ത ഒരു ജഡ്ജ്മെൻറ്റ് പലപ്പോഴും നാടകങ്ങൾ കാണാറില്ല. അപ്പോൾ ഷൊർണൂരിലെ പ്രഭാതമായാലും മറ്റ് സാംസ്കാരിക നാടകോത്സവങ്ങളിലായാലും എല്ലാം മാഷുടെ ഒരു സ്വാധീനം, കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാകും. ഞാൻ ചോദിക്കാനാണ്, മാഷുടെ ഒരു ഒറ്റ ഏകപാത്ര നാടകങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഏകപാത്ര നാടകങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലാണ്. എങ്ങനെയാണ് ഒരു കഥ അവതരിപ്പിക്കാൻ ഒറ്റയ്ക്ക് കഴിയുക എന്നുള്ളത് നോക്കി അത് ശ്രദ്ധിച്ച് ആ കുട്ടികളിലൂടെ അത് എങ്ങനെ അവർക്ക് എത്തിക്കാൻ ചെയ്യാൻ പറ്റും നോക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ലഹരിയെക്കുറിച്ചൊരു കാര്യം കൃത്യമായി നമ്മൾ പറയുന്നതിലും കുറച്ചും കൂടി നന്നായിരിക്കും ഒരു മോണാക്റ്റിലൂടെ അഭിനയിച്ച് കാണിച്ചാൽ. അത് ആ കുട്ടികളുടെ മനസ്സിലെന്നും നിലനിൽക്കും. അഭിനയത്തിനുള്ളൊരു പ്രത്യേകത അതാണ്. ഈ പഴയ കാലത്ത് അഭിനയം അതായിരുന്നല്ലോ. നാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ നാടകത്തിലൂടെയായിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത്. അതൊക്കെ PMS അവിടെ പറയുമ്പോൾ EMSുമായി അങ്ങേക്ക് ഒരു ബന്ധമുണ്ട്. മുത്തശ്ശി ആലപ്പുഴയിൽ കളിക്കുമ്പോൾ മഹാനായ EMS അങ്ങയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനന്ന് അതിൽ മുത്തശ്ശിയിൽ അത് ഗംഗാരൻ മാഷയുടെ ഡയറക്ഷനിൽ ഭാരതം ആദ്യം ഡയറക്റ്റ് ചെയ്തത് നരിപ്പറ്റ രാജുവാണ്. അത് കഴിഞ്ഞിട്ട് നരിപ്പറ്റ രാജുവിൻ്റെ സംവിധാനത്തിൽ അത് നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗംഗാരൻ മാഷ് ചെയ്തു. അന്ന് ആലപ്പുഴയിൽ ഞങ്ങൾ പാർട്ടി സമ്മേളനത്തിന് നാടകം കളിക്കുമ്പോൾ അത് ആരോടും അന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഈ നാടകം കഴിഞ്ഞ് ഞാനതിൽ ഭാരതന്മാരുടെയും തന്ത്രവകയല്ല എന്നൊരു കോറസ് ചെയ്യണം. അത് കുറച്ച് സ്റ്റെപ്പൊക്കെ എടുത്തിട്ടാണ്. അതിന് പാണി മാഷ്
ഇപ്പോൾ സാറ് ടീച്ചർ, സാറാ ജോസഫ് ടീച്ചർ, അവരൊക്കെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നത്. 8-10 ആള് അത് ചെയ്യാൻ വിളിച്ചു, അതിൽ എന്നെയാണ് വിളിച്ചത്. അങ്ങനെ അത് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ KP ഷാരടി, പാലക്കീഴ് മാഷ് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഭാരതന്മാരുടെയും തന്ത്രവക എല്ലാവരും ആ കുട്ടി ഒന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഷെയ്ഖൻ്റെ എന്നിട്ട് പറഞ്ഞു, എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, പിന്നെ സ്റ്റേജിൻ്റെ പിന്നിലേക്കാണ് വരിക, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തിനാ വിചാരിച്ചു ചെന്നു. അപ്പോൾ ഒരു സഖാവിനോട് പറഞ്ഞു 3 കസാല അങ്ങോട്ട് പിന്നിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ 3 കസാലയിട്ട് ഞാനവിടെ ചെന്നപ്പോൾ സഖാവ് ഞാൻ കാണിച്ച സ്റ്റെപ്പ് കാണിച്ച് നിൽക്കുകയാണ്. EMS. അപ്പോൾ ശ്രീമതി ഭാര്യ പറയാണ്, അത് കുട്ടിയാണ്, ശരീരം വിലങ്ങും, വേലാത്തതിന് നിൽക്കണ്ടായിരുന്നു അരിയന്തർജനം. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടാ ഗംഭീരമായിരിക്കണം. ഞാനൊക്കെ ഇത് പറഞ്ഞു നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം പിന്നെ കുറച്ചധികമായിരുന്നു, എല്ലാം പറഞ്ഞു നടക്കുകയായിരുന്നു ഈ ഒരു കാലം. പക്ഷേ അത് കുട്ടൻ്റെ സ്റ്റെപ്പോട് കൂടിയിട്ടാണ് എന്നുള്ളത്, അതൊന്നും കൂടി ഗംഭീരമായിരുന്നു എന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായി. ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായി. അതൊരു മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അത് എന്നോട് വേറൊന്ന് പറഞ്ഞു, ഇത് നമ്മൾ 2-3 ആളും മാത്രം അറിഞ്ഞാൽ മതി, വേറൊരാളും അറിയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കൂടിയും പറയാൻ, ഞങ്ങളുടെ കാലശേഷം കുട്ടൻ ആരോടാച്ചാ പറഞ്ഞു, അത് ഞാൻ ഇന്നും അതിന് ശേഷം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഈ തെരുവ് നാടക രംഗത്ത് തെരുവ് നാടകങ്ങൾ ഇപ്പോൾ കുറച്ചൊരു പിന്നിലേക്ക് വരിക എന്താകും അതിനൊരു കാരണം? നാടകം ഇപ്പോൾ പിന്നിലേക്ക് പോകാറുണ്ട്. അതിന് പറ്റിയ കുട്ടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ വലിയ പ്രശ്നമാണ്. അവർക്ക് വേറെ എന്തെങ്കിലും തിരക്കാവും. ഇന്ന് ഒരു കുട്ടിയും കൃത്യമായി ഒരു നാടകം ചെയ്യാൻ ഇരിക്കുക എന്നുള്ളത് കലോത്സവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള തെരുവ് നാടകങ്ങൾക്കൊന്നുമില്ല. പിന്നെ കളിവണ്ടി, ഈ വേനൽ തുമ്പിയിലെ കുട്ടികളും അവർ മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റുള്ളവരെ കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ തെരുവ് നാടകം ഒരു കാലത്ത് തെരുവ് നാടകത്തിന് വലിയ പ്രാധാന്യമായിരുന്നു. ഇപ്പോൾ പുരുഷൻ കടലുണ്ടി, അവരൊക്കെ തെരുവ് നാടക പ്രസ്ഥാനം, ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരായിരുന്നു. ആ തെരുവ് നാടകത്തിൻ്റെ അന്ന് ഈ MR മുരളിയൊക്കെ നമ്മൾ ചെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തെരുവ് നാടകം നാരായണനെ, അവിടെ നാരായണൻ അവരൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലം തെരുവ് നാടകത്തിൻ്റെ ഒരു കാലമായിരുന്നു. നമ്മളൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും കൂട്ട് ആയി നിന്ന് ഒരു വീട്ടിൽ അവിടെ താമസിച്ച് നമ്മൾ ആയിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് കുട്ടികളിൽ നിന്ന് അകന്നു പോയി തുടങ്ങി. അത് എന്തിൻ്റെ വിഷയമായാലും, ഇനി ചീത്ത വിഷയമായാലും നല്ല വിഷയമായാലും, ആ ഒരു തെരുവ് നാടകത്തിന് വേണ്ട ഒരു ഗുണം ഇപ്പോൾ കുട്ടികളിൽ കാണാനില്ല. അതെന്താണെന്ന് മനസ്സിലാവണില്ല. പുതിയ നാടകക്കാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ നാടകരംഗത്ത്? ഇപ്പോൾ മീനമ്പലം സന്തോഷ് അല്ലെങ്കിൽ ഹേമന്ത് കുമാർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൽ പ്രൊഫഷണൽ നാടകത്തിനോടല്ല താല്പര്യം, അല്ല അമേച്വർ രംഗത്താണ്. അമേച്വറും ഉണ്ട്, പ്രൊഫഷണൽ. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഞാൻ പ്രൊഫഷണൽ നാടകം മുഴുവൻ കാണാൻ പോക്കുണ്ട്. എനിക്ക് അമേച്വറും ഇഷ്ടമാണ്, പ്രൊഫഷണൽ നാടകത്തിൽ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രാജീവൻ മമ്മിളിയാണ്. അവൻ്റെ സംവിധാനം ഒരു പ്രത്യേകത. പിന്നെ എനിക്കിഷ്ടപ്പെട്ട സംവിധായകൻ, അമേച്വറിലും ഉള്ളൊരു സംവിധായകൻ നമുക്ക് എന്നും പറയാനുള്ളത് നരിപ്പറ്റ രാജുവാണ്. കാർമണ്ണക്കാരൻ നരിപ്പറ്റ രാജുവാണ്. അയാൾക്കപ്പുറം വേറൊരാളില്ല ഇല്ല നമ്മളതിൽ. അതൊരു പ്രത്യേകതയാണ്. കാരണം ഒരു നടൻ, അല്ലെങ്കിൽ ഒരു നടനാവണ്ട, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നൈസർഗികമായി വരികയാണ്, എങ്ങനെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും, അത് കൃത്യമായി നോക്കുന്നത് നരിപ്പറ്റ രാജുവാണ്. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നടനിൽ എന്തുണ്ട് എന്നുള്ളത് ഒരു ആത്മാന്വേഷി പോലെ നരിപ്പറ്റ രാജു തേടുന്നു. അത് കൃത്യമായിരിക്കും ചെയ്യും. അതെല്ലാം പ്രത്യേകത. അതായത് ആരെയും അദ്ദേഹം കൂട്ടാക്കലില്ല. നമ്മൾ ഒരു നടനെ പറ്റി എന്ത് പറഞ്ഞാലും കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് നരിപ്പറ്റ രാജുവിന് അറിയാം. അതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു ഞങ്ങൾ വായപ്പാതാളം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. വായപ്പാതാളം ചെയ്യുമ്പോൾ അതിലൊരു ഫുൾ തുടക്കം മുതൽ അവസാനം വരെ വെള്ളമടിച്ച് നിൽക്കുന്ന ഒരു റോളാണ് എനിക്ക് കിട്ടിയത്. അത് പലരും പറഞ്ഞു അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട, അത് ഓവറാവും എന്ന് പറഞ്ഞു. പക്ഷേ നരിപ്പറ്റ രാജു വിട്ടില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞു വാസുമാഷക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും വാസുമാഷക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നാടകത്തിൽ സഹനടനുള്ള അവാർഡും കിട്ടി മത്സരത്തിന് പോയപ്പോൾ.
അത് ഇല്ലാത്തതാണ്. പക്ഷേ ജഡ്ജസ് വിളിച്ചു പറഞ്ഞു അതും കൂടി കൊടുക്കുകയാണ് ഞങ്ങൾ. അഭിനയ മികവും അത് അപ്പം ആ ഒരു കാരണം അതുകൊണ്ട് കുറേ അനുഭവങ്ങളും ഉണ്ടായി. നമ്മളന്ന് ആ സീനിൽ തളിപ്പറമ്പിൽ വെച്ചിട്ടാണ് മത്സരം ഉണ്ടായത്. ആ സീന് കഴിഞ്ഞിട്ട് ഞാനന്ന് സിഗരറ്റ് വരയ്ക്കുകയായിരുന്നു. സിഗരറ്റ് വരയ്ക്കുമ്പോൾ ഒരു 4 ആൾ അടുത്ത് വന്നിട്ട് ചോദിച്ചു, തീപ്പെട്ടി ഉണ്ടോ സാറേ ചോദിച്ചു എന്നോട്. ഇല്ല, നിങ്ങളുടെ തീപ്പെട്ടി ഉണ്ടെങ്കിൽ തരുമോ പറഞ്ഞു. ഇത്ര അടുത്ത് വന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ ഇത്ര അടുത്ത് വന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അനുഭവങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അരങ്ങത്ത് ജീവിക്കരുത്, പിന്നെ ജീവിക്കുന്നതായി അഭിനയിക്കാനേ പാടുള്ളൂ എന്നുള്ള കുറേ പോളിസികൾ ഉണ്ട്. അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം ഒരു നാടകം ചെയ്യുകയാണ്. ഈ നാടകം ചെയ്യുമ്പോൾ ഞാനൊരു വില്ലൻ്റെ റോളാണ്. എന്നെ മലത്തി കടത്തി 5 പോലീസുകാർ എന്നെ മർദ്ദിക്കുകയാണ്. ഒരു ആൾ ഈ കയ്യുമ്പിലെ 2 കാലുമ്പിൽ ഒരുത്തൻ നെഞ്ഞത്തിൽ അത്തിയെടുത്ത് വായിലിട്ട് കുത്തുകയാണ്. ഈ ഒരു സീന് അഭിനയിക്കുകയാണ്. നാടകം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ 5 ആളും ജീവിച്ചു, ഞാൻ മാത്രം അഭിനയിച്ചു. അങ്ങനെ കയ്യിൻ്റെ ഇവിടുത്തെ ചോര വരുന്നു. പുതിയ ഷൂട്ട് ഇങ്ങനെ ഇട്ട് ചവിട്ട് തന്നെയാണ്. അവർക്ക് അഭിനയിക്കല്ല അവർ ചെയ്യണം. അത് കഴിഞ്ഞ് വയലിൽ എത്തിയിട്ട് കുത്തുകയാണ്. അവൻ ഡയലോഗ് പറഞ്ഞ് കുത്തുണ്ട്. എൻ്റെ ചുണ്ട് പൊട്ടി, നാവ് പൊട്ടി, ചോര ആണെന്ന് എനിക്ക് തുപ്പൽ ഇറക്കിയപ്പോഴാണ് മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവൻ്റെ മുഖത്തേക്ക് കണ്ണുറിച്ച് കാണിച്ചു. അവന് മനസ്സിലാവില്ല ഞാൻ തുപ്പി, ഈ ചോര കൂട്ടി അവൻ്റെ മുഖത്തേക്ക് തുപ്പിയ. പക്ഷെ മലന്ന് കിടന്ന് തുപ്പി എൻ്റെ മുഖത്തേക്ക് എന്നെ വന്ന് വീണു. അങ്ങനെ ആയാലും അവന് മനസ്സിലായില്ല. അവസാനം അവൻ്റെ ഒരു വാക്കുണ്ട്, ഇനിയും സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ലത്തി നിൻ്റെ അണ്ണാക്കിലേക്ക് കുത്തിയിറക്കുന്നു. ഇത് നടക്കുന്ന എനിക്ക് തോന്നി. പിന്നെ ഇൻ്റർവ്യൂവിനൊന്നും വരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ അപ്പം ഞാനെന്ത് ചെയ്തു, ഈ വലത്തെ കൈ ഊരിയെടുത്ത് അവൻ്റെ ചെവിടത്തെ ഒന്നാട് കൊടുത്തു. ഈ ഒരൊറ്റ അടിയുണ്ട്. അത് മറക്കാൻ പറ്റാത്ത അനുഭവം. അത് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ അടിയുണ്ട് അവർ 5 ആളുടെയും ഡയലോഗ് അവരോട് മറന്നു. അവരുടെ മനസ്സിൽ മാഷെ ദ്രോഹിച്ചു എന്നാണ്. പിന്നെയാണ് അവരെൻ്റെ കയ്യുമ്പിരിക്കും കാലുമ്പിരിക്കും ഒക്കെ നോക്കണം. ചോര അങ്ങനെ കാണാണ്ട്. എവിടെ വെച്ചായിരുന്നു അത്? ശ്രീകൃഷ്ണപുരത്തായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു ഞാൻ മലന്ന് കിടക്കുകയാണ്. അപ്പോൾ 2 തലമുണ്ട്. ഈ തലത്തിൻ്റെ നടുവ് കൂടെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അപ്പം നടുവ് കൂടെ കൊണ്ടുപോകുമ്പോൾ ആ തലം അന്ന് അടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഉച്ചയ്ക്ക് രാത്രിയാണ് ഞങ്ങൾ നാടകം. ഇത് മടക്കാൻ മറന്ന ഒരാണി എന്നെ അതിനെ കൊണ്ടുപോകണം വലിച്ചിട്ട്. അപ്പോൾ 2 ആൾ എന്നെ വലിച്ച് കൊണ്ടുപോകണം. അവരിതൊന്നും നോക്കണില്ല. ശരിക്കും എൻ്റെ വയറിൻ്റെ ധ്യാനം കയറി ഇങ്ങനെ കുഴൽമാല പുറത്തേക്ക് വരും. ഈ ഒരു സാധനം എൻ്റെ ഒപ്പം എതിര് കഥാപാത്രമുണ്ട്, പ്രഭാരം എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചുപോയി. പാവം തിരുവാഴോട്. അവനത് കൃത്യമായി അറിഞ്ഞു, മനസ്സിലായി ഇതിങ്ങനെ പോയാൽ വാസുവിന് കുടുങ്ങുന്നു. അവൻ എൻ്റെ കാലിനൊരു ചവിട്ടാട് ചവിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് മാറി പോയി. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. അതാണ് ഞാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എവിടെ പോയി ക്ലാസ് എടുക്കുമ്പം പറയും സ്റ്റേജ് ശ്രദ്ധിക്കണം, ജീവിക്കരുത്, ജീവിക്കുന്നതായി അഭിനയിക്കാനേ പാടുള്ളൂ എന്ന്. അതെ അതെ. മാഷക്ക് ഈ പുരസ്കാരങ്ങൾ പലതും ലഭിച്ചിട്ടുണ്ടോ? പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ തന്നെ ഈ പിന്നെ രാജുവിൻ്റെ വായപാതാളത്തിലെ പുരസ്കാരം തന്നെ ഏറ്റവും വലിയ ഒരു പുരസ്കാരമായിട്ട്. അത് നടന് കൊടുക്കില്ല ശരിക്ക്. പക്ഷേ ജഡ്ജസ് വിളിച്ചു പറഞ്ഞതാണ്, അത് ഞങ്ങൾ തരികയാണ് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതില്ല അതിൽ. ഈ ഏകപാത്ര നാടകങ്ങളിൽ ഇപ്പോൾ പാർത്ഥസാരഥി സജീവമായിട്ട്. പാർത്ഥസാരഥിയൊക്കെ നമ്മളെ മിടുക്കനാണ് അവൻ. സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്നത്. പിന്നെ എന്താണ് ആറങ്ങോട്ടുകര നാടകശാലയിൽ കുറച്ച് ആളുകൾ, അവരൊക്കെ മഞ്ജുളനൊക്കെ നല്ല ഏകപാത്ര നാടകത്തിലെ എം എസ് ദാസ് മാട്ടും വന്നു. ഞങ്ങൾ മുത്തശ്ശിയുള്ള നാടകവേദിയുടെ അവൻ കലന്തറായിട്ട് അഭിനയിക്കാൻ വേണ്ടി 10ാം ക്ലാസ് അത്ര അന്ന് അറിയില്ല ഓടി വന്നു അഭിനയിച്ചായിരുന്നു. അന്ന് കുറേ ആൾക്കാരായിട്ട് അഭിനയിച്ചു. ഈ നാടകരംഗത്ത് മറക്കാൻ പറ്റാത്ത ആളുകൾ ആരൊക്കെ? മറക്കാൻ പറ്റാത്ത വെച്ചാൽ EMT മാഷ് നമ്മളുടെ ഒരു ഏതൊരു മുത്തശ്ശി നാടകത്തിൻ്റെ സംഘാടന നേതൃത്വം EMT. അങ്ങനെ ഗംഗാരം മാഷ്, പാണി മാഷ്, മരിച്ചുപോയ പാണി മാഷ്, ശിവശങ്കരൻ മാഷ്, അങ്ങനെ MS വേറെ മാഷുണ്ടായിരുന്നു അവിടെ, ഞാങ്ങാട്ടി. അങ്ങനെ ഇവരൊക്കെ ആയിട്ടും പിന്നെ ഇപ്പോൾ
പെരിന്തൽമണ്ണ മെഡി ആർട്സിൻ്റെ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഡോക്ടർ കൊച്ചുമണി, അതുപോലെ വേണു ഡോക്ടർ, ശശിധരൻ ഡോക്ടർ, പിന്നെ ജ്ഞാനദാസ് ഡോക്ടർ, ശ്രീതി ഡോക്ടർ, പിന്നെ അങ്ങനെ ഒരു സമ്പർക്കം, വലിയൊരു സമ്പർക്കം. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരായിട്ട് ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. ഡോക്ടർമാർക്ക് നാടകം പഠിപ്പിച്ച ആളെ അല്ല, അവരൊപ്പം അഭിനയിച്ചിരുന്നു. അതൊരു പ്രത്യേകതയായിട്ടായിരുന്നു. അതെ അതെ. അങ്ങനെ KPS, അങ്ങനെ എല്ലാവരുമായിട്ടും നമ്മൾ ഒരാളായിട്ടും എനിക്ക് പൊതുവെ ഒരാളായിട്ട് ഒരു എതിർപ്പില്ല. അത് മാഷയുടെ സ്വഭാവമാണ്. അത് പണ്ട് മുതലെയുള്ളൊരു സ്വഭാവമാണത്. ഈ ചീത്തയാണോ എന്നല്ലാന്നറിയില്ല, പക്ഷെ എനിക്ക് ഒരാളായിട്ട് എതിർപ്പില്ല. അതുകൊണ്ട് അവർക്കും എന്നോട് ഭയങ്കര സ്നേഹം. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ അങ്ങ് സംഗീതാധ്യാപകനാന്ന് ഞാൻ പറഞ്ഞു, അവർക്കൊരു പാട്ട് വേണ്ടി വരും. ഒരു പാട്ട് ചെറിയ 2 വരി. ഞാൻ ഈ ഇതിന് പോയിട്ട് ഇപ്പം ഞാൻ 10,000 സ്കൂള് ഈ കുട്ടികളുടെ കലാവേദിയായിട്ട് തിയേറ്ററല്ല 2 മണിക്കൂർ അഭിനയവും ജീവിതവും പറഞ്ഞിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ പാട്ടുകളാണ് ഞാൻ എഴുതി ഞാൻ ട്യൂൺ ചെയ്ത പാട്ടുകളെ കൊടുക്കുള്ളൂ, അല്ലാണ്ട് വേറൊരു പാട്ട് കൊടുക്കാറില്ല. അപ്പോൾ അത് കൃത്യമായി എനിക്ക് എൻ്റെ അമ്മ, നമുക്കൊക്കെ ഈ പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, അമ്മയായിട്ട്. അച്ഛനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മയാണ് എല്ലാം. ഇപ്പം എൻ്റെ മോനും അങ്ങനെയാണ്. അമ്മ പറയുന്നത് അമ്മയ്ക്കാണ് സ്ഥാനം. അത് നമ്മളൊക്കെ അങ്ങനെയാണ്. അമ്മയെക്കുറിച്ച് ഞാൻ എപ്പോഴും പാടാറുണ്ട്, പറയാറുണ്ട്. അത് ക്ലാസ്സിന് പോയാലും പാടാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അമ്മയെക്കുറിച്ച് ഒരു പാട്ട് ഞാൻ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്. അമ്മയെന്ന 2 അക്ഷരം ആദിമഹത്വത്തിൻ സങ്കീർത്തനം. അമ്മയെന്ന 2 അക്ഷരം ആദിമഹത്വത്തിൻ സങ്കീർത്തനം. അമ്മേ അമ്മേ അമ്മേ, എല്ലാം മറക്കും പൊറുക്കും ഉത്തമ സായുജ്യ കോടതി. എല്ലാം മറക്കും പൊറുക്കും ഉത്തമ സായുജ്യ കോടതി. താനെത്ര തളർന്നാലും തൻ കുഞ്ഞിനെ പോറ്റും സ്നേഹനിധി. താനെത്ര തളർന്നാലും തൻ കുഞ്ഞിനെ പോറ്റും സ്നേഹനിധി. അമ്മേ അമ്മേ, അവിടുത്തെ മുന്നിൽ ഞാനാര്? ജീവനസ്തന്യം നൽകി അമ്മ നമ്മളിൽ ഉണരുമ്പോൾ. ജീവനസ്തന്യം നൽകി അമ്മ നമ്മളിൽ ഉണരുമ്പോൾ. അറിയാ പൈതങ്ങൾ മാനവർ ആ പരിപാവനതയെ വെറുക്കുന്നു. എവിടെയോ കൊണ്ടുപോയി തള്ളുന്നു. ആ പാപഭാരം ചുമക്കാൻ നിനക്കാകുമോ മനുഷ്യ പറയൂ? നിനക്കാകുമോ മനുഷ്യ പറയൂ? അമ്മയെന്ന 2 അക്ഷരം ആദിമഹത്വത്തിൻ സങ്കീർത്തനം. അമ്മേ അമ്മേ, അവിടുത്തെ മുന്നിൽ ഞാനാര്? മനോഹരം, വളരെ ഹൃദ്യമായി. അമ്മയെ കുറിച്ച് ഒരു വികാരമായി. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത ജീവിതം എത്ര വർഷം? 30 വർഷം. 30 വർഷം. സഹപാഠികൾ, അവിടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇഷ്ടംപോലെ. പിന്നെ രാധാകൃഷ്ണൻ,
ഏത് രാധാകൃഷ്ണൻ, നമ്മൾ മുളയങ്കാവ് രാധാകൃഷ്ണൻ, അങ്ങനെ മുനീർ, ബഷീർ, അങ്ങനെ പിന്നെ വേണു, ധാരാളം ശിഷ്യസമ്പത്തും ഉണ്ട്. ശിഷ്യസമ്പത്ത് ഇഷ്ടം പോലെയാണ്. കാരണം എനിക്ക് ഈ കുട്ടികളെ അടിക്കുന്നൊരു ശീലമില്ല, കുട്ടികളോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ മാഷുമാരും പറയും ഞങ്ങളോട് ബന്ധമില്ല, നിനക്ക് കുട്ടികളോടാണ് ബന്ധം. ഇപ്പോൾ മലബാർ ന്യൂസിലെ തന്നെ സത്താർ ആനവങ്ങാടുമായി സത്താറുടെ സ്റ്റുഡൻ്റാണ്. പിന്നെ സത്താറിൻ്റെ വൈഫ് എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആ കുറേ അതുകൊണ്ട് തന്നെ കുട്ടികളിലൊപ്പം ആവുകൊണ്ട് തന്നെ അവർ പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ ഈ കണക്കും ഇംഗ്ലീഷിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ മാഷ്ടെ പീരീഡ് വരണമെന്നാണ്. ഇന്നും ബസ്സിലെ കുറേ കിളികളും കണ്ടക്ടർമാരും ഉണ്ട്. അവരൊക്കെ പറയും മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇന്നും ആ പഠിപ്പിച്ച പാട്ടുകൾ പാടുന്ന വയസ്സായ 2 കണ്ടക്ടർമാർ ഇപ്പോഴും ഉണ്ട്, ഞാൻ പഠിപ്പിച്ച പാട്ടുകൾ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും, ഞാൻ അങ്ങനെ ആയിരുന്നു, കുട്ടികളായിട്ടായിരുന്നു ബന്ധം. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാഷ എല്ലാവരുമായി, അത് ചെറിയവനെന്നോ വലിയവനോ എല്ലാവരുമായിട്ട് ഇടപഴകും. അതെന്താ വെച്ചാൽ എനിക്ക് സ്കൂളിൽ അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ക്ലാസ്സുകൾ LP UP ഹയർ സെക്കൻഡറി സിവിൽ സർവീസ് അക്കാഡമി അങ്ങനെ ക്ലാസ്സുകൾ നടത്തുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു കുട്ടിയെങ്കിലും എനിക്ക് പരിചയക്കാരുണ്ട്. അതുകൊണ്ട് അത് എവിടെ കുടുങ്ങാറില്ല. ഇല്ല, പച്ചമലയാളത്തിൽ കുടുങ്ങാറില്ല. പച്ചമലയാളം പ്രത്യേകതയാണ്. അതാണ് മാഷുടെ. പിന്നെ കുടുംബം എൻ്റെ ഭാര്യ കാർമണ്ണ സ്കൂളിലെ ടീച്ചറായിരുന്നു, ഗീത, റിട്ടയർ ചെയ്തു. മോള് ശ്രുതി, അവള് പിന്നെ PSC ടീച്ചറായിട്ട് ഇപ്പോൾ കുമരമ്പത്തൂർ സ്കൂളിലാണ്. GUP യിലാണോ? അല്ല, ഗവൺമെൻറ് LP സ്കൂൾ, അത് പള്ളിക്കുന്ന് ആ ഭാഗത്ത്. മോൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ശ്രീരാഗ്. മരുമകൻ പിന്നെ സാഹിത്യകാരനാണ്, കണ്ണൂർ സ്വദേശിയെ ജൂബിലി ഫെലോഷിപ്പിന്റെ ജില്ലാ കോർഡിനേറ്ററാണ് സന്ദീപ്. അങ്ങനെ കുടുംബജീവിതമായി. ഈ ഞാൻ അതിലിടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ, ഈ പ്രൊഫഷണൽ നാടകരംഗത്ത് എന്താണ് അവിടെ സജീവമാവാൻ താല്പര്യമില്ലാത്തത്? ഇല്ലാത്ത പറഞ്ഞാൽ അതിൽ ഈ പ്രൊഫഷണൽ നാടകരംഗത്ത് നമ്മൾ ഇവിടുന്ന് പോയിട്ട് വേണം. ഇവിടെ ഇല്ല. കാരണം തെക്ക് ഭാഗത്താണ് പ്രൊഫഷണൽ നാടകത്തിൻ്റെ കേന്ദ്രം. പ്രൊഫഷണൽ നാടകത്തിൻ്റെ എല്ലാവരും അഭിനേതാക്കളൊക്കെ നമ്മൾ അറിയണത്. കാരണം ഈ ബാലൻ കെ നായർ നാടക മത്സരം, ബാൽസനാണ്, ഷൊർണൂരായിരുന്നു നമ്മളുടെ ഒരു പ്രത്യേകത. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബാൽസന്. മറ്റുള്ളവർക്ക് സ്വാധീനം. പക്ഷേ ഈ ബാൽസന് നമ്മളെയൊക്കെ വിളിക്കലും ആ സമയം കൃത്യമായി അറിയിക്കലും, എന്നാണ് നാടകം എന്ന് കൃത്യമായി അറിയിക്കലും, നോട്ടീസ് അതിപ്പോഴും അയക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ബാൽസൻ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ MR ആണ്, അതെൻ്റെ കുട്ടിയായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധങ്ങൾ പ്രൊഫഷണൽ നാടകം കൃത്യമായി ഇപ്പം നമുക്ക് ഇവിടെ ഇല്ല. അത് വലിയൊരു ചിലവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ നാട്ടിൽ നടത്താനും അതിന് പറ്റിയ പിന്നെ അഭിനേതാക്കളെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഈ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് അങ്ങ് എന്താണ് ഒരു സജീവമാവാത്തത്? കാരണം പ്രൊഫഷണൽ നാടകത്തേക്ക് സജീവമാവാന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവിടെ അതിന് പറ്റിയൊരു സന്ദർഭമല്ല. സന്ദർഭം എന്ന് പറഞ്ഞാൽ അതിന് കാരണം തെക്ക് ഭാഗത്താണ് അതിൻ്റെ കേന്ദ്രം. ഷൊർണൂരൊക്കെ ബാൽസൻ ഷൊർണൂരൊക്കെ ഉണ്ടായിരുന്നു. തെക്ക് ഭാഗത്താണ് നാടകത്തിൻ്റെ കേന്ദ്രം. അവിടെ എന്താ വെച്ചാൽ അത് കൃത്യമായ ഒരു സ്റ്റേജും അത് ഒരു 3 മാസം 4 മാസമൊക്കെ റിഹേഴ്സലും അതിനു വേണ്ടി മാത്രം ഒരുങ്ങുന്നവരാണ്. നമ്മളിവിടെ അത് നടക്കുന്നില്ല. അതാണ് പ്രത്യേക. പ്രൊഫഷണൽ നാടകം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ പ്രൊഫഷണൽ നാടകം കാണലുണ്ട്, എല്ലാ പ്രൊഫഷണൽ നാടകം കാണലുണ്ട്, എവിടെ വെച്ച് നടന്നാലും കാണലുണ്ട്. എനിക്കിഷ്ടമാണ്. കാരണം അതിലെ ജീവിതം എത്രത്തോളം വിഷമം പിടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായും. കാരണം ഒരു റോള് ചെയ്യണം വെച്ചാൽ ഒരു റോള് ഒരാളല്ല ചെയ്യണം. ഒരു റോള് ഒരാൾ ചെയ്യും, പക്ഷേ കുറേ റോള് ചെയ്യേണ്ടി വരും. തീർച്ചയായും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാശൊന്നും അവർക്ക് കിട്ടില്ല. ദൂരത്തുനിന്നൊരു വണ്ടി വരുമ്പോൾ എന്ത് വരും എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ഈ നാട്ടിൽ ചെയ്യുമ്പോൾ അത്ര പ്രശ്നമില്ല. ഇതൊന്നല്ല, ഞാൻ സപ്തരാശ്മി നാടക മത്സരം, നാടകക്കാരൻ ഡൽഹിക്ക് പോയി മത്സരത്തിന് എന്നെ വിളിച്ചതാണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കേരളം ഒന്നല്ല മനസ്സിലായി. നാടകരംഗത്ത് അവിടെ വളരെ വിപുലം എന്ന് പറഞ്ഞാൽ പോരാ, 25 നാടകം ഉണ്ടായിരുന്നു സപ്തരാശ്മിയുടെ സംഘടനയിലെ. ഈ 25 നാടകവും നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഏതാമേതെന്നായിരുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു നമുക്ക് നാട്ടിൽ റിക്രിയേഷൻ സെൻ്ററുകൾ എവിടെ വേണമെങ്കിൽ അഭിനയിക്കാൻ സ്ഥലമുണ്ട്, അവർക്കതില്ല. ഫ്ലാറ്റിൽ അഭിനയിക്കാൻ പാടില്ല. അത്ര ഞങ്ങൾ രാത്രി പണി കഴിഞ്ഞ് വന്ന് കടന്നുറങ്ങാണ്, നിങ്ങളെ നാടകം കേൾക്കാൻ പറ്റില്ല അറിയും. അവർ പാർക്ക് വാടകയൊക്കെ എടുത്തിട്ട്
അവിടെ ചെയ്യുന്നു. അവിടെ വെച്ച് ചെയ്യുന്ന നാടകം നമ്മൾ ജഡ്ജ്മെൻറ്റിന് കുടുങ്ങിപ്പോയി. കാരണം അത്ര കൃത്യമായ അഭിനയങ്ങൾ ഓരോ നടനും നടിയും ചെയ്യുന്നത് കൃത്യമായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മളെ ഈ നാടകത്തിൻ്റെ മനസ്സിൽ ഞാനത് പറയും ചെയ്തവരോട് നിങ്ങളുടെ പടയാണ്. അതെ അതെ. ഇപ്പം ഈ ഷാജി ഊരാളിയുടെ ഒരു നാടകമുണ്ട്, ഏകപാത്രം, ഗംഭീര. അത് ഏകപാത്രം ഷാജി കണ്ടിട്ടില്ലേ ബസ്സിലൊക്കെ? പിന്നെ ഇവര് നമ്മളെ ഒരു ശാന്തകുമാർ ഗംഭീരമായി ചെയ്ത. എന്തായാലും മാഷുടെ നാടക ജീവിതത്തിനും ഇനിയും തുടർന്നും മാഷ് സജീവമായിട്ട് ഉണ്ടാവുക. ഈ രംഗത്ത് പ്രൊഫഷണൽ നാടക രംഗത്ത് ഉൾപ്പെടെ സജീവമാവാൻ വേണ്ടി നമ്മൾ ആശിക്കുന്നു. മാഷുടെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും പടവുകളുടെ ആശംസകൾ. നന്ദി, സ്നേഹം. താങ്ക് യു സർ.